ഇപ്പോൾ കേരളത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിൻ്റെ മാതൃക ദേശീയ തലത്തിൽ ഇപ്പോൾ പകർത്താൻ തുടങ്ങിയിരിക്കുന്നു. മിനിഞ്ഞാന്നാണ് തമിഴ്നാട് കേരള മാതൃകയിൽ തന്നെ ഒരു മാലിന്യമുക്ത മിഷൻ പ്രഖ്യാപിച്ചത്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ. ഇവിടെ വന്നിരുന്നോന്ന് എനിക്കറിയില്ല, ഞാൻ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നാം പേജ് വാർത്തയായിരുന്നു പത്രങ്ങളിലെല്ലാം. ഒരു മിഷൻ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന് ക്ലീൻ കേരള കമ്പനിയെക്കുറിച്ച് അവർ പഠിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ക്ലീൻ തമിഴ്നാട് കമ്പനി രൂപീകരിക്കുമെന്നും അസംബ്ലിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി തന്നെയാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മുടെ ക്ലീൻ കേരള കമ്പനി അവരവിടെ പകർത്തുന്നു. ബംഗാളിൽ നിന്നുള്ള ഒരു സംഘം വന്ന് നമ്മുടെ ക്ലീൻ കേരള കമ്പനിയുടെ പ്രവർത്തനവും ഹരിതകർമ്മസേനയെ സംബന്ധിച്ചും മനസ്സിലാക്കി പോയിട്ടുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇത് ഇന്ന് മറ്റുള്ളവർ മാതൃകയാക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. കർണാടകയിൽ നിന്നുള്ളൊരു സംഘം നമ്മുടെ കോൺക്ലേവിന് വരുന്നുണ്ട്. അത് തന്നെയാണ് കെ സ്മാർട്ടിൻ്റെ കാര്യത്തിലും. കെ സ്മാർട്ടിൽ നടപ്പാക്കാൻ ഇപ്പോൾ കർണാടക നമ്മളുമായിട്ട് MOU ഒപ്പുവെച്ച് കഴിഞ്ഞു. പിന്നെ ഏതെല്ലാം സംസ്ഥാനങ്ങളുണ്ട്? മേഘാലയ, തമിഴ്നാട് നിന്നൊരു ടീം വന്നിരുന്നു, കുറേ ടീംസ് വയ്ക്കുന്നു. പിന്നെ ഇത് നാഷണൽ മോഡലാക്കാനായിട്ട് നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ ഇതിൻ്റെ NUDM ഇത് ഉപയോഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ യൂസ് ചെയ്യുന്നത്. ക്രോസ് ഉപയോഗ് 1 അത് നന്ദൻ നീലകേൺ ഡെവലപ്പ് ചെയ്തതാണ്. ഇതിനെ ഉപയോഗ് 2 ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡിസ്കഷനിലാണ് കേസ് മാറുന്നത്. ദേശീയ തലത്തിൽ തന്നെ ഇത് രണ്ടും ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്.